ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ. ധർമ്മസ്ഥലയിലെ ബോളിയാർ വനമേഖലയിൽ ശുചീകരണ തൊഴിലാളി മൃതദേഹം സംസ്കരിക്കുന്നത് കണ്ടതായി ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. തന്റെ വീടിന് സമീപമാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്ന് പ്രദേശവാസിയായ സ്ത്രീ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം കുടിക്കാനും തൂമ്പ കഴുകാനും ശുചീകരണ തൊഴിലാളി വെള്ളം ചോദിച്ചതായും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബോളിയാർ വനമേഖലയോട് ചേർന്നാണ് ഇന്നും തെരച്ചിൽ നടക്കുന്നത്. സാക്ഷി നേരത്തെ തലയൂട്ടി കുഴിച്ചെടുത്ത പ്രദേശം കൂടിയാണിത്. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് പോയിന്റ് 13-ലും വിശദമായ പരിശോധന നടത്തി. അതിനിടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് സ്റ്റേഷൻ പദവി നൽകി കർണാടക ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. KV ബൈജു ചേരുന്നു. ബൈജു, കർണാടകയിലെ പരിശോധന, ധർമ്മസ്ഥലയിലെ പരിശോധന ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ചില കണ്ടെത്തലുകൾ, പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ കണ്ടെടുത്തു എന്ന വെളിപ്പെടുത്തലുകൾ, വിശദീകരണങ്ങളൊന്നും പോലീസും അന്വേഷണ സംഘം ഇതുവരെ നടത്തിയിട്ടുമില്ല. അത് അന്വേഷണത്തിന്റെ ഭാഗമാവും. ഇതിനിടയിലാണ് പുതിയൊരു മൊഴി കൂടി ഉണ്ടാവുന്നത്. നിലവിൽ ഈ ശുചീകരണ തൊഴിലാളി, ആദ്യത്തെ ശുചീകരണ തൊഴിലാളികളുടെ മൊഴിക്കപ്പുറം പ്രദേശവാസിയുടെ ഒരു പുതിയ വെളിപ്പെടുത്തൽ കൂടി വരുമ്പോൾ അന്വേഷണം ഇനി നീളുമോ? പരിശോധന കൂടുതലും ആ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുമോ ബൈജു? അതെ സൈത്തെ, കല്ലേരി ബോളിയാർ വനമേഖല കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുക. 1:30 ഇപ്പോൾ സംഘമെത്തും. ഞാനിപ്പോൾ നിൽക്കുന്നത് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലാണ്. അല്പസമയത്തിനകം തന്നെ ശുചീകരണ തൊഴിലാളിയെ കൊണ്ട് SIT സംഘം ഇവിടെ എത്തും. അതിനുശേഷമാണ് ഇതിന് മുന്നോട്ടുള്ള ഒരു 9 കിലോമീറ്റർ മാറിയുള്ള ഈ സ്ഥലം, ബോളിയാർ വനമേഖല എന്ന് പറയുന്നത് ഇന്നലെ പരിശോധന നടത്തിയ സ്ഥലമാണ്. അതേ സ്ഥലത്താണ് ഇന്നും പരിശോധന നടത്തുന്നത്. അത് സജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു സാക്ഷി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് ഈ ശുചീകരണ തൊഴിലാളി ഇവിടെ മൃതദേഹം ഇത്തരത്തിൽ കുഴിച്ചിടുന്നത് കണ്ടു എന്ന് പറയുന്ന ഒരു സ്ത്രീ രംഗത്ത് വന്നിരിക്കുന്നു. ആ സ്ത്രീയുടെ മൊഴി ഇപ്പോൾ SITക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് ഈ മേഖല കേന്ദ്രീകരിച്ച്, അടയാളപ്പെടുത്താത്ത ഈ മേഖല കേന്ദ്രീകരിച്ച് വീണ്ടും ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ 4 മണിക്കൂറോളം തെരച്ചിൽ നടത്തി. പിന്നീട് കാലാവസ്ഥ പ്രതികൂലമായി, അതുമാത്രമല്ല കാട്ടാന ഇറങ്ങുന്ന സാഹചര്യം കൂടി ഉണ്ടായി. വലിയ വെല്ലുവിളിയായിരുന്നു ഇന്നലെ. അതുകൊണ്ട് ആ സ്ഥലത്ത് ഇപ്പോൾ അല്പസമയത്ത്, അത് 1:00 സംഘം എത്തുമെന്നാണ് വിവരം അറിയുന്നത്. നമുക്ക് ബെൽത്തങ്ങാടിയിൽ നിന്നും ഈ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ പോലീസ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനാണ്. ഇപ്പോൾ സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ SITക്ക് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ പദവി നൽകിയിരിക്കുന്നു എന്നത് വളരെ സുപ്രധാനമാണ്. കാരണം ഇനിയുള്ള ഈ കേസുകളെല്ലാം നേരിട്ട് ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒപ്പം ഈ കോടതിയിൽ ഇതിൽ വിചാരണ വേളയിലൊക്കെ ഇവർക്ക് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനൊരു അധികാരമാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിലൂടെ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം വളരെ പെട്ടെന്ന്, വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി തെളിവുകളെല്ലാം ഇങ്ങനെ കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകൾ നൽകി കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും SITയുടെ ഒരു പോയിന്റായി ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുന്നു എന്നാണ് വളരെ പ്രധാനം. അത്തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അല്പസമയത്തിന് ഒരു 1:30 തന്നെ സംഘം ഇവിടെ എത്തും. നിർണായകമായ കണ്ടെത്തലുകൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അതായത് നേരത്തെ ഒരു തലയോട്ടി ലഭിച്ചത്, ഈ തെളിവ് ഇത്തരത്തിൽ സാക്ഷിക്ക് ഒരു തലയോട്ടി ലഭിച്ച ഒരു സ്ഥലം കൂടിയാണിത്. ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും 1:30 തന്നെ എത്തും. ബെൽത്തങ്ങാടി ക്യാമ്പ് ഓഫീസിൽ നിന്നും ഇപ്പോൾ സംഘം പുറപ്പെട്ടിട്ടുണ്ടെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ബൈജു, ഒരു കാര്യം കൂടി, ഇതുവരെ ഈ അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള നീക്കം, ഈ പരിശോധനയിൽ കുറേയധികം വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്, മൃതദേഹ അവശിഷ്ടങ്ങളുണ്ട്. എന്തൊക്കെയാണ് കണ്ടെടുത്തത്? ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതി ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘം ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ നൽകിയിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു ബ്രീഫിംഗ് പ്രതീക്ഷിക്കാമോ? ഒപ്പം തന്നെ ഈ ഫോറൻസിക് പരിശോധനാ ഫലമൊക്കെ എന്നത്തേക്ക് വരും? അത് സംബന്ധിച്ച വ്യക്തത വരുന്നുണ്ടോ ബൈജു? സൈത്തെ, വളരെ പ്രധാനപ്പെട്ടത് 11A എന്ന് പറയുന്ന നേരത്തെ അടയാളപ്പെടുത്താത്ത ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നാണ് ഇത്തരത്തിൽ ഒരു പൂർണ്ണ അസ്ഥികൂടം, മനുഷ്യൻ്റെ പൂർണ്ണ അസ്ഥികൂടം, ഒപ്പം ഒരു തലയോട്ടി,
60ഓളം അസ്ഥികൾ ഇങ്ങനെ വസ്തുക്കൾ ലഭിച്ചിട്ടുള്ളത്. അതിന് പുറമെ 6 പോയിന്റിൽ നിന്നും ഒരു അസ്ഥി കൂടെ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള തെളിവുകൾ SITക്ക് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ നടത്തിയ പരിശോധനയിൽ എന്തൊക്കെ തെളിവുകൾ ലഭിച്ചതെന്ന് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ഒരു വിവരമില്ല. പക്ഷേ അവിടുന്ന് ചില നിർണായക കണ്ടെത്തലുകൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ബംഗളൂരുവിലെ ലാബിലേക്കാണ് അയച്ചത്. അതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും അത് സംബന്ധിച്ച് വൈകാതെ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഇത് പുരുഷൻ്റേതാണോ സ്ത്രീയുടേതാണോ, അതുമാത്രമല്ല ഒരുപാട് കുട്ടികളെ ഉൾപ്പെടെ ഇവിടെ ഇത്തരത്തിൽ കുഴിച്ച് മൂടിയിട്ടുണ്ടെന്നാണ് ഇയാളുടെ മൊഴി. അതുകൊണ്ട് തന്നെ അത് വളരെ നിർണായകമാണ്. അത് ആ പരിശോധനാ ഫലം വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. നിലവിൽ അത്തരം സൂചനകളില്ല. എന്തായാലും ഇത്രത്തോളം വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ട്, മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ എന്തൊക്കെ വസ്തുക്കൾ കിട്ടി അതൊക്കെ ഒരു പക്ഷേ ഇന്നത്തെ തെരച്ചിലിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തത വരും. ഇന്ന് വളരെ പ്രധാനമാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ. കാരണം അവിടെ ഒരു ദൃക്സാക്ഷി വന്നിരിക്കുന്നു. അതൊരു സ്ത്രീയാണ് ദൃക്സാക്ഷിയായി വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് തത്സമയ ദൃശ്യമാണ്. ശുചീകരണ തൊഴിലാളിയുമൊത്ത് ഈ ബോളിയാർ വനമേഖലയിൽ ഈ വാഹനത്തിലാണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളി ഉള്ളത്. ഇപ്പോൾ ആ പരിശോധനക്കായി ഇപ്പോൾ ആ പോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്ക് കാണാം ഈ വാഹനത്തിനകത്ത് ശുചീകരണ തൊഴിലാളിയുണ്ട്. ഇപ്പോൾ ആ പരിശോധന ആരംഭിക്കാൻ പോകുന്നു. വളരെ സുപ്രധാനമായ ആ സ്ഥലത്തെ പരിശോധന എല്ലാ SITയുടെ ഉദ്യോഗസ്ഥന്മാർ, വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അവിടത്തേക്കുള്ള യാത്രയാണ്. ആ തെരച്ചിൽ, ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷന് മുന്നിൽ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ വനമേഖലയിൽ ഇവർ കടക്കും. മാധ്യമങ്ങൾക്ക് ഇവിടെ പ്രവേശനം ഉണ്ടാകില്ല. വലിയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ഇപ്പോൾ ഈ സംഘം ആ പ്രദേശത്തേക്ക് നീങ്ങുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് സഹിതം നമ്മളിപ്പോൾ കാണുന്നത്. ബൈജു, അവിടെ ഒരു പരിശോധനയ്ക്ക് വേണ്ടി ഇത്ര വലിയ സന്നാഹമൊരുക്കിയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ സാഹചര്യവും അതാണ്. ഇന്നത്തെ പരിശോധനാ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, സങ്കീർണത എത്രമാത്രമാണ്? പ്രത്യേകിച്ച് വനത്തിന് ഏറെ ഉള്ളിലുള്ള ഒരു പ്രദേശമാണോ? അവിടേക്ക് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരിക്കും ഇന്ന് അവിടെ നടക്കുക? പ്രധാനമായും ഈ വനമേഖല കുഴിച്ചു പരിശോധന, അതായത് JCB ഉപയോഗിച്ചുള്ള ഒരു പരിശോധന ഇവിടെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളിയാണ് സഹിതം ഈ ഒരു പ്രദേശം പരിശോധിക്കുക. കാരണം ഇന്നലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാട്ടാന ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പടക്കം പൊട്ടിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കാമായിരുന്നു നമുക്ക്. അത്തരമൊരു സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നമ്മളും ആ വാഹനത്തിന് പുറകെ തന്നെ ആ പ്രദേശത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിന് പ്രവേശനമില്ല. ശുചീകരണ തൊഴിലാളിയുമായി ഇത്തരത്തിൽ അകത്ത് കയറുന്ന ഒരു രീതിയാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെതുള്ളത്. കൃത്യമായ സമയത്ത് വളരെ കൃത്യതയോടു കൂടിയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിൽ ഒരുപാട് സുരക്ഷാ വാഹനങ്ങൾ ഉണ്ട്. കൃത്യമായ ഒരു അടയാളം ആ പോയിന്റ് കേന്ദ്രീകരിച്ച് നേരത്തെ മാർക്ക് ചെയ്യാത്തൊരു സ്ഥലമാണ്. ഈ സ്ത്രീ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്ന ശുചീകരണ തൊഴിലാളി താൻ കുഴിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഈ സ്ത്രീ മൊഴി നൽകിയിരിക്കുന്ന ആ പ്രദേശം, ഇതിപ്പോൾ നമുക്ക് കാണുന്നത് ധർമ്മസ്ഥല അതിന് പ്രധാനപ്പെട്ട സ്ഥലമാണ്, ആ കേന്ദ്രമാണ്. ഇതിൽ നിന്നും താഴോട്ടുള്ള ഭാഗങ്ങളാണ്. ഇത് ഇവിടെ കഴിഞ്ഞാൽ പിന്നീട് വനമേഖലയാണ്. ഒരു പക്ഷേ ഇതിൽ ഈ റേഞ്ച് ഉൾപ്പെടെ കിട്ടാത്തൊരു സ്ഥലം, പൂർണ്ണമായും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നമുക്കിപ്പോൾ തത്സമയ ദൃശ്യം കാണാം. ആ പ്രദേശം ആ പെട്രോൾ പമ്പാണ് നമ്മൾ കാണുന്നത്. ഇതിന് സമീപമുള്ള ബോളിയാർ എന്ന് പറയുന്ന വനമേഖല, പൂർണ്ണമായും വനമേഖലയാണത്. ആ ഭാഗങ്ങളിലാണ് പരിശോധന എന്നതാണ് പ്രധാനം. കാരണം ഇന്നലെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കിട്ടിയോ എന്നൊരു സൂചനയുണ്ട്. പക്ഷെ അതിൽ ഒരു സ്ഥിരീകരണമില്ല. അതേ സ്ഥലത്ത് ഇന്ന് വീണ്ടും പരിശോധന നടക്കുന്നു. അതായത് അടയാളപ്പെടുത്താത്ത ഒരു സ്ഥലം, ആ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെ ഇന്നും പരിശോധന നടക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. വലിയ സന്നാഹത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു തെരച്ചിൽ നടക്കുന്നത്. കാരണം ഇന്നലെ ഈ ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെയൊക്കെ പോലീസ് വാഹനങ്ങൾ ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കാൻ. കാരണം ഈ ശുചീകരണ തൊഴിലാളിയുടെ ജീവന് അപകട ഭീഷണി ഉള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവിടുന്ന് മുതലാണ് പൂർണ്ണമായും വനമേഖല ആരംഭിക്കുന്നത്. ഇതാണ് ആ പെട്രോൾ പമ്പ്. ഈ പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പൂർണ്ണമായും വനമേഖലയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. നിറയെ മരങ്ങളാണ്. ഇത്തരത്തിൽ വിഷജന്തുക്കളൊക്കെയുള്ള സ്ഥലങ്ങളാണ്. മുന്നോട്ട് നോക്കിയാൽ കാണാം. ഒരു പക്ഷേ സൈത ഇനിയിപ്പോൾ റേഞ്ച് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നെറ്റ്വർക്ക് ഇല്ലാത്തൊരു ഏരിയയിലേക്കാണ് ഈ പോകുന്നത്. പൂർണ്ണമായും വനമേഖല ഉൾപ്രദേശമാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് കയറിയാൽ ഈ സംഘം വൈകിട്ട് മാത്രമേ തിരിച്ചു വരൂ. കാരണം അവർ ആ പരിശോധന ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നത്. ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പ്രദേശമാണ്. ഇതെല്ലാം ബോളിയാർ വനമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടുണ്ട് പല ഭാഗത്തായെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലം. ഇപ്പോൾ ബൈജു സൂചിപ്പിച്ചതുപോലെ അവിടെ നെറ്റ്വർക്കിന് തകരാറുണ്ട്. എന്തായാലും ഈ പരിശോധന കുറേ ദിവസങ്ങളായി തുടരുകയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി ചെറുതല്ല. കാരണം
ധർമ്മസ്ഥലയിൽ ഉയർന്ന ഈ വിവാദ ആരോപണങ്ങൾക്ക് നിരവധി തിരോധാന കേസുകൾക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൻ്റെ എല്ലാ തെളിവുകളും ശേഖരിക്കേണ്ടതുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം അവിടെ വലിയൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് കർണാടകയെ സംബന്ധിച്ച്. അതുകൊണ്ട് ഈ വിഷയത്തിലടക്കം ശക്തമായൊരു നീക്കം ഉണ്ടാകും. അതാണിപ്പോൾ നടക്കുന്നത്. പരിശോധന കുറേ ദിവസങ്ങളായി നടക്കുന്നു. അത് ഇന്നും ആരംഭിക്കുന്നു. ഇന്ന് വീണ്ടും ആ വനമേഖലയിലെ പരിശോധന തുടരുകയാണ്. നിർണായക കണ്ടെത്തലുകൾ ഇന്നത്തെ ദിവസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.